എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, നമുക്കറിയാം നാളെ മുതൽ കുട്ടികൾക്കുള്ള പഠന ക്ലാസ്സുകൾ തുടങ്ങാൻ പോവുകയാണ്. അത് നമുക്ക് സൗജന്യമായിട്ട് കിട്ടും. ഈ സൗജന്യമായിട്ട് കിട്ടുന്ന ക്ലാസ് അല്ലെങ്കിൽ ആ ചാനൽ നമുക്ക് എങ്ങനെ ട്രാക്ക് ചെയ്യാം എന്നുള്ളതാണ്. ഈ ചാനൽ നമുക്ക് സൗജന്യമായിട്ട് കിട്ടുന്ന സാറ്റലൈറ്റ് GSAT 74 ഡിഗ്രി K ബാൻഡ് സാറ്റലൈറ്റ് ആണ്. ഇതിൽ കൂടി നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. ഫ്രീ ആയിട്ട് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്കറിയാം ഒത്തിരി DTH കമ്പനിയുണ്ട്. അതിൻ്റെ ഡിഷ് LNB നിങ്ങൾക്ക് കിട്ടും, കടകളിൽ നിന്ന് വാങ്ങാൻ പറ്റും. ഇതാണ് അതിൻ്റെ LNB, K ബാൻഡ് LNB. അതേപോലെ തന്നെ കേബിള്, ഡിഷ്. ഇത് സൺഡയറക്റ്റിൻ്റെ ഡിഷാണ്. ഇങ്ങനെയുള്ള ഡിഷ്, പിന്നെ ഫ്രീ ആയിട്ട് ലഭിക്കുന്ന സെറ്റ് ടോപ്പ് ബോക്സ്, ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഈ ചാനൽ നിങ്ങൾക്ക് സൗജന്യമായിട്ട് ട്രാക്ക് ചെയ്ത് പിടിക്കാം. 74 ഡിഗ്രിയിൽ ട്രാക്ക് ചെയ്താൽ ഈ ചാനലുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഇതെങ്ങനെ ട്രാക്ക് ചെയ്യാന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഇതേപോലുള്ള 60 സെന്റിമീറ്റർ ഡിഷിൽ എങ്ങനെ എളുപ്പത്തിൽ ട്രാക്ക് ചെയ്യാന്നുള്ളതും, പിന്നെ നിലവിൽ ഒത്തിരി ആളുകൾ C ബാൻഡ് ഡിഷ് ട്രാക്ക് ചെയ്ത് കാണുന്ന ആളുകളുണ്ട്. അവർ കൂടുതൽ പേരും ഇന്റൽസാറ്റ് 17 66 ഡിഗ്രിയാണ് കാണുന്നത്. അതിന്റെ കൂടെ ഈ ചാനൽ എങ്ങനെ പിടിക്കാന്നുള്ളതും കൂടി ഈ വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ കാണുന്ന ഡിഷാണ് ഇന്റൽസാറ്റ് 17 66 ഡിഗ്രി ട്രാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾ 66 ഡിഗ്രീൻ്റെ കൂടെ ക്ലാമ്പ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്, ഡിഷിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ നിങ്ങളെ ഇടത് കൈയിൻ്റെ ഭാഗത്ത് ഈ സൈഡിലാണ് ക്ലാമ്പ് ചെയ്യേണ്ടത്. അതായത് പടിഞ്ഞാറ് ഭാഗത്താണ് ക്ലാമ്പ് ചെയ്യേണ്ടത്. ഡിഷിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ പടിഞ്ഞാറ് ഭാഗത്ത് ക്ലാമ്പ് ചെയ്യാം. കാണുന്ന TP ആണ് വിറ്റ്യസിൻ്റെ TP 11666, വെർട്ടിക്കൽ 2000. മീറ്ററിൽ TP ആഡ് ചെയ്തു. അതേപോലെ തന്നെ ആ കേബിളിൻ്റെ അറ്റത്ത് ഞാൻ LNB കൊടുത്തിട്ടുണ്ട്. ഇനി ഈ LNB വെച്ചിട്ട് നമുക്കൊന്ന് ആദ്യം കൈകൊണ്ടൊന്ന് പിടിച്ചു നോക്കാം അതിൻ്റെ സിഗ്നൽ എവിടെ കുത്തുമെന്നുള്ളത്. ബസർ ഓൺ ആക്കിയതുകൊണ്ട് സിഗ്നൽ വന്നു കഴിഞ്ഞാൽ ബസർ അടിക്കും. ഓക്കെ, LNB കൈകൊണ്ട് പിടിച്ചിട്ട് നമുക്ക് എവിടെയാണ് സിഗ്നൽ കുത്തുന്നുള്ളത് നോക്കാം. ആദ്യം ഒന്ന് നോക്കാം എവിടെ, ഏത് ഭാഗത്താണ് സിഗ്നൽ കുത്തുന്നുള്ളത്. മീറ്ററിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കാം എത്ര ശതമാനം ഇനി സിഗ്നൽ കിട്ടുന്നുള്ളത് നോക്കാം. ഓക്കെ, നിങ്ങൾ കണ്ടല്ലോ സിഗ്നൽ കിട്ടുന്ന ശതമാനം കണ്ടല്ലോ. ഓക്കെ, കൈകൊണ്ട് പിടിച്ചപ്പോൾ 63% സിഗ്നൽ കിട്ടി. ഇനി ക്ലാമ്പ് ചെയ്യാം. ക്ലാമ്പ് ചെയ്യുമ്പോൾ ഇതിലേറെ സിഗ്നൽ കൂടും. ഞാൻ ക്ലാമ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ റിങ്ങാണ്. ഇത് സാധാരണ ഇങ്ങനെയുള്ള പൈപ്പിൻ്റെ കൂടെയൊക്കെ ജോയിൻറ്റിൽ ടൈറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ LNB കൊടുക്കുന്നത്. അതേപോലെ അതിന് ഞാൻ കൊടുത്തിരിക്കുന്നത് കണ്ടല്ലോ, ഒരു ക്ലാമ്പും കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ഐഡിയ പ്രകാരം നിങ്ങൾക്ക് ചെയ്യാം. 74 ഡിഗ്രി ക്ലാമ്പ് ചെയ്ത് വെച്ചു. ഇതിൻ്റെ അകലം വരുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് 10 സെൻറ്റിമീറ്റർ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതാണ് 10 സെൻറ്റിമീറ്റർ. ഇനി സിഗ്നൽ ചെക്ക് ചെയ്യാം. സോളിഡ് 720 മീറ്ററിൽ എത്ര ശതമാനം സിഗ്നൽ കിട്ടുമെന്നുള്ളത് നോക്കാം. മീറ്റർ താഴെയാണ് വെച്ചിരിക്കുന്നത്. 67% സിഗ്നൽ കിട്ടുന്നുണ്ട്. 66ൻ്റെ കൂടെ 74 ഡിഗ്രി ട്രാക്ക് ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ കാണിച്ചത്. ഇനി 60 സെൻറ്റിമീറ്ററിൽ എങ്ങനെ ട്രാക്ക് ചെയ്യാന്നുള്ളത് കാണിക്കാം. ഈ കാണുന്നതാണ് 60 സെൻറ്റിമീറ്ററിൻ്റെ ഡിഷ്. 60 സെൻറ്റിമീറ്ററിൻ്റെ ഡിഷിൽ നിങ്ങൾക്ക് 74 ഡിഗ്രി പിടിക്കാൻ എളുപ്പം മാർഗം, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് 83 ഡിഗ്രി ടാറ്റ സ്കൈ, അതിൻ്റെ സിഗ്നൽ പിടിക്കുക. ടാറ്റ സ്കൈൻ്റെ സ്ട്രോങ് TP ആണ് 111.30, വെർട്ടിക്കൽ 32.720, 71% സിഗ്നൽ കിട്ടുന്നുണ്ട്. ഡിഷിൻ്റെ ഫ്രണ്ട് ഭാഗം തിരിഞ്ഞു നിൽക്കേണ്ടത് തെക്ക് ഭാഗത്തേക്ക്, ഈ ഭാഗത്തേക്കാണ് ഫ്രണ്ട് ഭാഗം വേണ്ടത്. നോക്കുക, ഇപ്പോൾ ഈ വലിയ ഡിഷ് നിൽക്കുന്നത് 70 ഡിഗ്രി. നമ്മളത് ഇപ്പോൾ ടാറ്റ സ്കൈ നിൽക്കുന്നത് 83 ഡിഗ്രി. കുറച്ചും കൂടി ഇടത് കൈൻ്റെ ഭാഗത്തേക്കാണ് ടാറ്റ സ്കൈ പോകുന്നത്. കണ്ടല്ലോ, കാണാൻ പറ്റും. ഇടത് കൈൻ്റെ ഭാഗത്തേക്ക് ഈ രീതിയിലാണ് പോവുക. ഓക്കെ, ടാറ്റ സ്കൈ ട്രാക്ക് ചെയ്തതിൻ്റെ അവിടെ ഒരു മാർക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് ഡിഷിൻ്റെ ബാക്ക് സൈഡിൽ നിൽക്കുമ്പോൾ വലത് കൈയിൻ്റെ ഭാഗത്തായിട്ട് ഞാനൊരു മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ നേരെയാണ് ടാറ്റ സ്കൈ. ഇത് 74 ഡിഗ്രീൻ്റെ മാർക്കാണ്. ഒരു 1.5 സെൻറ്റിമീറ്ററിൻ്റെ വ്യത്യാസമേ ഉള്ളൂ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. ടാറ്റ സ്കൈ പിടിച്ചതിന് ശേഷം ഡിഷിൻ്റെ ബാക്ക് സൈഡിൽ നിൽക്കുമ്പോൾ നിങ്ങളെ വലത് കൈയിൻ്റെ ഭാഗത്തേക്കാണ് ഡിഷ് കറങ്ങേണ്ടത്. അതായത് തെക്ക് ഭാഗത്തേക്ക് തന്നെയാണ് ഒന്നും കൂടി കറങ്ങേണ്ടത്, 1.5 സെൻറ്റിമീറ്റർ. ഇനി 74 ഡിഗ്രി പിടിക്കാൻ ആദ്യം ചെയ്യേണ്ടത് മീറ്ററിൽ TP ആഡ് ചെയ്യുക. TP ആഡ് ചെയ്ത് വെച്ചു, ബസർ ഓൺ ആക്കിയിട്ടുണ്ട്. ഓക്കെ, മീറ്ററിൽ TP ആഡ് ചെയ്ത് കഴിഞ്ഞു.
ഇനി നമ്മൾ ചെയ്യേണ്ടത് LMBന്റെ ചെരിവ് ടാറ്റ സ്കൈന് കണ്ടാൽ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് വിറ്റേഴ്സ് കിട്ടാൻ ഒന്നും കൂടി അടിയിലോട്ട് താത്തണം. ഈ രീതിയിൽ നിർത്തുക. ഒന്നുകൂടി വിട്ടുന്നൊരു വീഡിയോ എടുക്കാം, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ. ഓക്കെ, 74 പിടിക്കാൻ നമ്മൾ 2 കാര്യങ്ങളാണ് ചെയ്തത്. മീറ്ററിലെ TP ആഡ് ചെയ്തു, പിന്നീട് LMBന്റെ ചെരിവ് മാറ്റം വരുത്തി അടിയിലോട്ട് താത്തി വെച്ചു. മൂന്നാമത് ചെയ്യേണ്ടത് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ടാറ്റ സ്കൈന്റെ മാർക്കാണ്, കണ്ടല്ലോ. ഇതിലാണ് ടാറ്റ സ്കൈ നിൽക്കുന്നത്. ഇത് വിറ്റേഴ്സിന്റെ TP 74ന്റെ ഈ മാർക്കിലേക്ക്, ഇവിടുന്ന് ഈ മാർക്കിലേക്ക് എത്തിക്കണം. ഇത് 1.5 സെന്റിമീറ്ററാണ് ഇതിന്റെ ക്യാപ്പ് വരുന്നത്. ഡിഷിന്റെ ബാക്ക് സൈഡ് നിൽക്കുമ്പോൾ തെക്ക് ഭാഗത്തേക്ക് തന്നെയാണ് ഡിഷ് കറക്കേണ്ടത്. അതായത് വലത് കൈന്റെ ഭാഗത്തേക്ക് 1.5 സെന്റിമീറ്റർ. വലത് കൈന്റെ ഭാഗത്തേക്ക് ഞാൻ പതുക്കെ കറക്കുകയാണ്. നോക്കുക, കറക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും. കറക്റ്റ് പോയിന്റിൽ വന്ന ബസറടിക്കും. പതുക്കെ കറക്കി നോക്കിയാൽ മതി. ഇതിന്റെ സിഗ്നൽ പെട്ടെന്ന് വരില്ല. ഒരു പോയിന്റിൽ ഇങ്ങനെ നിർത്തണം. എന്നതിന് ശേഷം വന്നോ നോക്കുക. അങ്ങനെ കറക്കിക്കൊണ്ടായാൽ പെട്ടെന്ന് കിട്ടും. കറക്റ്റ് പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ വരും, കണ്ടല്ലോ. അവിടെ വെച്ചിട്ട് നിർത്തിയതിനു ശേഷം പിന്നെ നിങ്ങൾക്ക് സിഗ്നൽ ക്ലിയർ ആക്കി എടുത്താൽ മതി. കറക്റ്റ് പോയിന്റിൽ വന്നു. ഓക്കെ, ഇനി എത്ര ശതമാനം സിഗ്നൽ കിട്ടുന്നുള്ളത് നോക്കാം. ഇപ്പോൾ ട്രാക്ക് ചെയ്തിട്ട് എത്ര ശതമാനം സിഗ്നൽ കിട്ടി നോക്കാം. 61% സിഗ്നൽ കിട്ടി. ഈ 61% സിഗ്നൽ പോരാ. അപ്പോൾ ഇനി എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഡിഷിന്റെ ബാക്ക് സൈഡ് നിൽക്കുമ്പോൾ ബാക്ക് ഭാഗം പ്രസ് ചെയ്ത് പിടിക്കുക. ബാക്ക് ഭാഗം എന്ന് പറഞ്ഞാൽ ഈ ഭാഗം ഉണ്ടല്ലോ, ഇത് അടിയിലോട്ട് ഇങ്ങോട്ടാണ് താത്തേണ്ടത്. അടിയിലോട്ട് ഇങ്ങനെ താത്തുമ്പോൾ സിഗ്നൽ കൂടും. ഓക്കെ, ആ രീതിയിൽ പിടിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടി സിഗ്നൽ കൂട്ടിയതിന് ശേഷം പിന്നെ ടൈറ്റ് ചെയ്യാം. മാക്സിമം സിഗ്നൽ കൂട്ടി വെക്കാം. ബാക്ക് ഭാഗം അടിയിലോട്ട് താത്തി സിഗ്നൽ 65% കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് ഡിഷിന്റെ ഫ്രണ്ട് ഭാഗത്ത് നിന്നിട്ടാണ്. ഈ ഒരു ലെവലിലാണ് ഡിഷ് നിൽക്കേണ്ടത്. 60 സെന്റിമീറ്റർ ഡിഷ്, നീല ഡിഷ് നിങ്ങൾ കാണുന്നുണ്ടാവും. സിങ്ങിന്റെ ഇതാണ് നമ്മൾ ട്രാക്ക് ചെയ്ത ഡിഷ്. 74 ഡിഗ്രി ട്രാക്ക് ചെയ്താൽ ഈ ഒരു രീതിയിലാണ് നിൽക്കുക. നമുക്ക് 74 ട്രാക്ക് ചെയ്യുമ്പോൾ 75 ചാനലും കിട്ടും. 2 സാറ്റലൈറ്റ് ഒരുമിച്ചാണ്. അപ്പോൾ ഇനി ചാനൽ ഞാൻ കാണിക്കാം. സെറ്റപ്പ് ബോക്സ് ട്യൂൺ ചെയ്തു. ഈ കാണുന്ന ചാനൽ 75 ഡിഗ്രിയിലെ ചാനലാണ്. ഓക്കെ, 75 ഡിഗ്രിയിൽ ഒത്തിരി പേ ഫോർമാറ്റുള്ള ചാനലുകളുമുണ്ട്. നമുക്ക് കിട്ടുന്ന 74 ഡിഗ്രി അതിലുള്ള ചാനൽ നോക്കാം. ഓക്കെ, 74 ഡിഗ്രിയാണത്. കുട്ടികൾക്ക് പഠിക്കാനുള്ള ക്ലാസ് ഇതിലാണ് ഉണ്ടാവുക. അതിൻ്റെ സിഗ്നൽ റിസീവറിൽ 74% സിഗ്നൽ കാണിക്കുന്നുണ്ട്. ഈ ചാനൽ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ സാറ്റലൈറ്റ് ട്രാക്ക് ചെയ്യുക. 74 ഡിഗ്രി ഫ്രീ ആയിട്ട് കിട്ടുന്ന ചാനലാണ്. ട്രാക്ക് ചെയ്ത് നോക്കുക. ട്രാക്കിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ നേരിട്ട് വിളിക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ വോയിസ് അയക്കാം.